നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 580 580. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 580. ഇന്ന് 72-ാം സർഗം തുടങ്ങണം. അപ്പോൾ 72-ാം സർഗത്തിൻ്റെ പേര് ഗോപന്മാരുടെ സന്തോഷവും ഇന്ദ്രൻ്റെ ഭയവും. അപ്പോൾ 71-ാമത്തെ സർഗം ഇന്ദ്രൻ്റെ ഗർവും പിന്നെ ഗോവർദ്ധനോദ്ധാരണവും അതാണ്. അപ്പോൾ അതിൽ അവസാനത്തെ വലിയൊരു ശ്ലോകം 31-ാമത്തെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. കറ്റക്കാർ വർണ്ണൻ അമ്പാർന്ന് ഇതുവിധം അകതാരിങ്കൽ ഓർത്ത് അദ്രിയെ ചെന്ന് ഒറ്റക്കൈ കൊണ്ടു പൊങ്ങിച്ച് അഖിലരുടും അതിൻ ചോട്ടിൽ വന്നങ്ങുലാവാൻ ചെറ്റും പേടിച്ചിടായെന്നരുളി വിലസിനാൻ. ഏതഴൽ പാടിലും താൻ പറ്റിച്ചേർന്നിടുവോരിൽ കനിവൊടുകൂടയും നിർത്തി നിൽക്കുന്ന പോലെ, കനിവിനോട് മറ്റുള്ളവർക്ക് കുട പിടിച്ച് നിൽക്കുന്ന പോലെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഗോപന്മാരുടെ സന്തോഷം, ഇന്ദ്രൻ്റെ ഭയവും. 72-ാം സർഗം 1-ാമത്തെ ശ്ലോകം. അത്ഭുതപ്പെട്ടു ഗോപാലന്മാരും ഗോപീജനങ്ങളും അരവിന്ദാക്ഷനെ തന്നെ നോക്കി നിന്നുല്ലസിക്കവേ. എല്ലാവർക്കും അതിശയം, എങ്ങനെ ഈ കുട്ടിയെ പർവ്വതത്തിനെടുത്ത് നിൽക്കുന്നത്? അപ്പോൾ പർവ്വതത്തിനെ അങ്ങോട്ട് പൊന്തിച്ച് ഒരു വിരലമ്പരാൻ നിർത്തിയണതേ. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ മഴ നനയാണ്ട് കുട പിടിച്ച കൂട്ടത്തിൽ അവിടെ നിൽക്കുകയാണ്. അരവിന്ദാക്ഷനെ തന്നെ നോക്കി നിന്നുല്ലസിക്കവേ. 2-ാമത്തെ ശ്ലോകം. ഗോവർദ്ധനാചലം ഇടം തൃക്കയ്യാൽ താങ്ങിയങ്ങിനെ കുളിർ മന്ദസ്മിതം തൂകി മിന്നി സംഘർഷണാനുജൻ. സംഘർഷണൻ സാക്ഷാൽ ബലരാമസ്വാമിയുടെ അനുഗ്രഹമായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനാചലം ഇടം തൃക്കയ്യാൽ, ഇടത്തെ കൈകൊണ്ടാണ് പൊന്തിച്ചിട്ടുള്ളത്, വലത്തെ കയ്യോ താങ്ങി അങ്ങനെ കുളിർ മന്ദസ്മിതം തൂകി മുന്നി സംഘർഷണാനുജൻ. പൈതങ്ങളൊന്നും ചെയ്യേണ്ട പരമാനന്ദമഗ്നരായി അനങ്ങാതരികിൽ തന്നെ നോക്കി നിൽക്കിൽ അതേ മതി. നിങ്ങളൊന്നും ചെയ്യണ്ട, കുട്ടികളൊന്നും ചെയ്യണ്ട, അനങ്ങാണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നാൽ മതി. അനങ്ങാതരികിൽ തന്നെ നോക്കി നിൽക്കിൽ അതേ മതി. ഇന്ദ്രനല്ല ദിക്പാലരെല്ലാം ഒന്നിച്ചെതിർക്കിലും ഗോവർദ്ധനാചലം തന്നെ മതി നമ്മെ തുണയ്ക്കുവാൻ. ഇതിൽ നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാവണം. ഭഗവാൻ പറയുന്ന വാക്കുകളിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവണം, തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഉണ്ടായാലാണ് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞേ, ഇന്ദ്രനല്ല ഇനി ദിക്പാലകന്മാരെല്ലാം ഒന്നിച്ചെതിർക്കലും ഗോവർദ്ധനാചലം തന്നെ മതി നമ്മെ തുണയ്ക്കുവാൻ. അപ്പോൾ ഞാൻ ഇത് പറയാൻ വരുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ പലതും ഓടി വരും, പല പല കാര്യങ്ങളും ഭഗവാൻ തരും ആലോചിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്ന്, നമ്മൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ മാതാപിതാ ഗുരു ദൈവം എത്ര ആൾ ഉച്ചരിക്കുന്നുണ്ട്? ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട് ഒരു ദിവസമെങ്കിലും മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്?
ആ പറയുന്നവരെല്ലാവരും അമ്മയെ, അച്ഛനെ, ഗുരുവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ സേവിക്കുന്നുണ്ടോ? സ്വന്തം അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും മാനിക്കാത്തവരുടെ ഗതി എന്താണ്? ഓരോ ഫാമിലീനെ, ഓരോ വ്യക്തികളെ നമ്മളെടുത്ത് അനലൈസ് ചെയ്യൂ. അമ്മയെ നോക്കാത്തവൻ, അച്ഛനെ നോക്കാത്തവൻ, ഗുരുവിനെ സ്നേഹിക്കാത്തവൻ, ബഹുമാനിക്കാത്തവൻ. ഇന്ന് സംവേർ ഇൻ തെക്കൻ കേരളത്തിൽ ഒരു പയ്യൻ, എക്സ് സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ, ടീച്ചറിനെ അടിച്ച് കണ്ണ് പൊട്ടിച്ചു. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടീച്ചറുടെ ഭർത്താവ് എന്തോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അയാളെ തല്ലാൻ നോക്കി തടുത്തപ്പോഴാണ് ഇ എമ്മയ്ക്ക് കിട്ടിയത്. ഗുരുവിനെ കേൾക്കണില്ല എന്നോ ആചരിക്കണില്ല എന്നുള്ളതല്ല ഇവിടെ. ഗുരുവിനെ തല്ലി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഭക്തിയുടെ ഒരു അംശം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സുഹൃത്തുക്കളായ നിങ്ങൾ ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പാദ നമസ്കാരം. ദയവ് ചെയ്ത് അവരവരുടെ കുട്ടികളെ, അവരവരുടെ പേരക്കുട്ടികളെ 8, 10, 12 വയസ്സിൻ്റെ ഉള്ളിൽ ഇതേമാതിരിയുള്ള കാര്യങ്ങൾ സ്വന്തം മാതൃഭാഷയിൽ വായിക്കാൻ നിങ്ങൾ അവരെ ഇൻകൾക്കേറ്റ് ചെയ്യുക, അവരെ ഉത്തേജിപ്പിക്കണം. അതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, വളരെ വലുതായിരിക്കും ഓരോരുത്തർക്കും. അപ്പോൾ എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ ഗോവർദ്ധനാചലം ഇടം. അപ്പോൾ പൈതങ്ങളൊന്നും ചെയ്യേണ്ട, പരമാനന്ദമഗ്നരായ അനങ്ങാതരികിൽ തന്നെ നോക്കി നിൽക്കില്ലതേ മതി. ഇന്ദ്രനല്ല ഇനി ദിക്പാലകരെല്ലാം ഒന്നിച്ചെതിർക്കിലും ഗോവർദ്ധനാചലം തന്നെ മതി നമ്മെ തുണയ്ക്കുവാൻ. 5-ാമത്തെ ശ്ലോകം. പേടിക്കായ എൻ കയ്യിൽ നിന്നു വീണുപോകില്ല പർവ്വതം. നിങ്ങൾ ആരും മുതിർന്നവരെ, സ്ത്രീകളെ, പുരുഷന്മാരെ, വൃദ്ധന്മാരെ, യുവാക്കന്മാരെ ഒന്നും പേടിക്കണ്ട. എൻ്റെ കയ്യിൽ നിന്ന് ഇതട്ട താഴെ വീഴുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട. പേടിക്കായ എൻ കയ്യിൽ നിന്ന് വീണുപോകില്ല പർവ്വതം. ഇവിടെ വേറൊരു കാര്യം എനിക്ക് അനക്ഡോട്ട് ചെയ്യാണ്ട്, കൂട്ടിക്കെടുപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അച്ഛനമ്മമാർ കുട്ടികളായിട്ട് ജീവിക്കുമ്പോൾ അച്ഛനമ്മമാരാണ് ചിലപ്പോൾ കാറ് വാങ്ങണതിൻ്റെ മുമ്പ് ബൈക്ക് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടാവും. അതെടുത്ത് മക്കൾ പോവുമ്പോൾ അമ്മമാരാണ് പൊതുവെ അമ്പലത്തിൽ പോണവരൊക്കെ ആയിരിക്കും, പള്ളിയിൽ പോണവരായിരിക്കും, ചർച്ച പോണവരായിരിക്കും. എന്ത് പറയും? മക്കളെ സൂക്ഷിച്ച് പോകണം കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മക്കൾക്ക് അവരവരുടെ ജീവനെ പേടിയില്ലേ? എന്നാൽ ചില വൃത്തം കെട്ടവറ്റകൾ തിരിച്ചു വന്ന അച്ഛൻ്റെയും മുമ്പിലും കിണ്ണം വെച്ച് ആഹാരം കഴിക്കണം എന്നുള്ള തോന്നലില്ലാതെ കൊണ്ട് പറപ്പിക്കണവരുണ്ട്. അവർ പോട്ടെ, സാധാരണക്കാർ. അപ്പം ഞാനൊരു ഹൈന്ദവ വിജ്ഞാന കൗതുകത്തിൽ പറയണ്ടായി. എന്താ പറഞ്ഞത്? ഇപ്പം ക്ഷത്രിയന്മാരൊക്കെ സുഭദ്ര 18-ാം വയസ്സ് തികണേൻ്റെ മുമ്പെയാണ് അഭിമന്യുവിനെ എന്ത് ചെയ്തത്? അല്ല സോറി, അതെ സുഭദ്ര തൻ്റെ മകനായിരിക്കുന്ന അഭിമന്യുവിനെ 18-ാമത്തെ വയസ്സ് തികണേൻ്റെ മുമ്പെയാണ് യുദ്ധത്തിന് പറഞ്ഞയച്ചത്. എന്താ പറഞ്ഞയച്ചത്? സൂക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, യശസ്വി ഭവ, നിനക്ക് ശ്രേയസ് ഉണ്ടാവട്ടെ, നീ മരിക്കാണ്ട് വരണമെന്ന് പറഞ്ഞില്ല, യശസ്വി ഭവ എന്നാണ് പറഞ്ഞത്. കാരണം ജനനം കൊടുക്കുന്നത് അച്ഛൻ്റെ ബീജമാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരണമെങ്കിൽ കൂടി അതിനെ പരിരക്ഷിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുന്നത് ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സോ വൈദ്യനോ ഡോക്ടറോ അല്ല, പിന്നെ ആരാ? ഈശ്വരനാ. അത് വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചാപിള്ളയായിട്ടോ അലസി പോവാനോ ആണ് യോഗം എന്ന് വിചാരിച്ചാൽ എത്ര വലിയ ഡോക്ടർമാർക്ക് തന്നെ സംഭവിക്കണോ? അങ്ങനെ ഇല്ലേ? അപ്പോൾ എല്ലാവരും പരിരക്ഷിച്ച് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്ന് മഹാഭാരതത്തിൽ ഒരാൾക്ക് ക്യാരക്ടറിന് പേര് കൊടുത്തു. നമ്മൾക്കൊക്കെ പരീക്ഷിത് രാജഗോപാലൻ അല്ലെങ്കിൽ പരീക്ഷിത്ത് ഹരിദാസൻ എന്ന് പേര് കൊടുക്കണം.
കാരണം പരിരക്ഷിച്ചിട്ടുള്ള രാജഗോപാലൻ, പരിരക്ഷിച്ചിട്ടുള്ള ഹരിദാസൻ, അങ്ങനെ. അപ്പോൾ ഇത് പറയാൻ കാരണം കുട്ടികളെ ഭയപ്പെടുത്തല വേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയും ന്യായപൂർണമായ ജീവിത രീതിയിൽ ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ധർമ്മം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം എന്നാണ് ആശീർവാദം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് ഭഗവാൻ തോന്നിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോരായ്മയാണ്. അത് ആർക്ക്? വ്യക്തിത്വത്തിന് പോരായ്മയാണ്, ആശ്രയദോഷം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പേടിക്കായ എൻ കയ്യിൽ നിന്ന് വീണു പോകില്ല പർവ്വതം എന്നല്ലൊരൊറ്റ തരി മണ്ണ് അലിഞ്ഞീടില്ലൊരിടവും, എന്നല്ല ഒരൊറ്റ തരി മണ്ണ് അലിഞ്ഞീടില്ലൊരിടവും. എൻ്റെ കയ്യിൽ നിന്നിത് വീണ് പോവില്ല എന്ന് മാത്രമല്ല, ഒരു തരി മണ്ണ് വെള്ളത്തിൽ വീഴില്ല. അത്ര നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. വന്നുകൊള്ളട്ടെ വൻകാറ്റും മഴയും മഞ്ഞിലെത്രയും. ഇനി എത്ര മഴ വേണമെങ്കിലും കൊടുങ്കാറ്റുണ്ടായിക്കോട്ടെ, ഈ ഗോവർദ്ധന പർവ്വതത്തിനെ ബാധിക്കില്ല. കാറ്റേ നീ വീശരുത് ഇപ്പോൾ എന്ന് ഞാൻ പറയണില്ല, കാറ്റ് വീശിക്കോട്ടെ. ഞാൻ കയ്യിൽ തൂക്കിപ്പിടിച്ചിട്ടുള്ള ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് ഒരു കല്ലോ മരോ പുഴങ്ങില്ല. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. നമുക്ക് അരികിലേക്കേതും മണയില്ല ഒരു ലേശവും. അരികിലേക്കേതും, എൻ്റെ അടുത്തേക്ക് ഒരു മഴയും ഒരു കാറ്റും വീശില്ല. കാരണം കാറ്റിൻ്റെയും മഴയുടെയൊക്കെ നിയന്താവ് ഭഗവാനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പോൾ ഈ വണ്ണം അംബുജാക്ഷൻ്റെ മുഴുകേട്ടുടനെ വരും അതിവൃഷ്ടിയിൽ അല്ല ആനന്ദാശ്രുവിങ്കൽ കുളിർത്തുപോയി. ഈ വണ്ണം അംബുജാക്ഷൻ്റെ മുഴുകേട്ടുടനെ വരും അതിവൃഷ്ടിയിലല്ല ആനന്ദാശ്രുവിൽ കുളിർത്തുപോയി. മഴ നനഞ്ഞിട്ട് കുളിരല്ല ഉണ്ടായത്, ആനന്ദ അനുഭൂതിയിൽ ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞിട്ട് കുളിർത്തുപോയി. ഗോവർദ്ധനഗിരിച്ചോട്ടിൽ ഉത്സവത്തിൻ്റെ മാതിരി അമ്പാർ നണഞ്ഞു കൃഷ്ണൻ്റെ അരികിൽ പുണ്യശാലികൾ. എല്ലാവരും നിങ്ങൾ കുറച്ചുകൂടി മാറി നിൽക്കുമോ? ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും ഭക്തി സാന്ദ്രമായ അവസ്ഥയിൽ ഭഗവാനെ തൊട്ട് വന്ദിക്കുന്നുണ്ട്. ചിലവർ ഭഗവാനെ തലോടുന്നുണ്ട്, ഭഗവാനെ നമസ്കരിക്കുന്നുണ്ട്. ചിലവർ ഞാനൊക്കെ കാണുന്നു പെട്ടിരുന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കണം, ഭഗവാനെ നമസ്കരിക്കണം, ഗോവർദ്ധനഗിരിധാരിയെ ഞാൻ നമസ്കരിക്കണം. കാര്യം കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് നമസ്കരിക്കാം. അപ്പോൾ അമ്പാർ നണഞ്ഞു കൃഷ്ണൻ്റെ അരികൾ പുണ്യശാലികൾ, അരിച്ചാക്കുകൾ, പത്തായം ഗ്രന്ഥങ്ങൾ, അളുമാറകൾ എന്നാണ്, അളുമാറകൾ, പട്ടുചേലകൾ, പാത്രങ്ങൾ, മഞ്ചങ്ങൾ, ചകലാസുകൾ, പണപ്പെട്ടികൾ, സംഗീത സാമഗ്രികൾ, പലതരം വയ്ക്കോൽ, മുതിര തൊട്ടുള്ള പലതും കാളവണ്ടിയിൽ കൊണ്ടുവന്നെങ്ങും ഇഷ്ടം പോലടിക്കിടുന്നു ഭംഗിയിൽ പശുക്കിടാങ്ങൾ ഉത്സാഹമെന്നോടുന്നു സർവരും. പശുക്കുട്ടികൾ മുക്കറിട്ട് കളിക്കാൻ തുടങ്ങിയാണ്. ഉണ്ണേണ്ട ചെറ്റുറങ്ങേണ്ട കായാമ്പൂളി വർണ്ണനെ കൺകുളിർക്കേവേ അമ്മട്ടിൽ കണ്ടു തന്നെ കൃതാർത്ഥരായി. എന്താണ് പറയുക, വൃന്ദാവനത്തിൽ എല്ലാവർക്കും ഭഗവാനെ 7 ദിവസം രാവും പകലും ഉറങ്ങാതെ കണ്ട് ഒരു പണിയും ചെയ്യാതെ കണ്ട് നിർനിമേഷന്മാരായിട്ട് നോക്കി നിൽക്കാൻ സാധിച്ചു. കന്നികളെ മേയ്ക്കാൻ പോകണില്ല, എല്ലാവരെയും മേയ്ക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് ഉണ്ണേണ്ട ചെറ്റുറങ്ങേണ്ട കായാമ്പൂപൊളി വർണ്ണനെ കൺകുളിർക്കവേ അമ്മട്ടിൽ കണ്ടു തന്നെ കൃതാർത്ഥരായി. വിശപ്പും ദാഹവും കൂടായി ഉത്സാഹം പൂണ്ടു പൈക്കളും കാർമേഘവർണ്ണനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കവേ. പശുക്കൾക്കും പുല്ല് തിന്നാനൊന്നും ഒരു വെള്ളം കുടിക്കാനൊന്നും ഒരു താല്പര്യമില്ല. സദാസേവ്യ ഭഗവാനെ സദാ സേവിക്കുക. എല്ലാം മറന്നു അവർ. വെള്ളം ഒട്ടാകെ വീർത്തു വെളുത്തു മേഘഭക്തികൾ. വെള്ളം ഒട്ടാകവേ തീർന്നു.
മഴ പെയ്തു നിന്നു. വെള്ളം ഒട്ടാകവേ തീർന്നു. വെളുത്തു മേഘഭക്തികൾ ഉൾക്കരുത്തേറ്റു വല്ലാതെ വിളറിപ്പോയ മാതിരി. ഉൾക്കരുത്ത്. എന്തുകൊണ്ടാണ് മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയും. നിങ്ങളുടെ മനസ്സ് വിഷമിച്ചാൽ എനിക്കെന്താ? അങ്ങനെയല്ല. മനസ്സ് വിഷമിച്ചാൽ ഉൾക്കരുത്തറ്റു വല്ലാതെ വിളറിപ്പോയ മാതിരി. മനോബലം പോയാൽ വിരളിച്ച വരും, അതായത് ലൂക്കേമിയ വരും. ലൂക്കേമിയ വരണത് എന്തുകൊണ്ടാണ്? ഉൾക്കരുത്ത് ഇല്ലാതെ ഇരിക്കുമ്പോൾ. ഉള്ളിൽ കരുത്തുണ്ടെങ്കിൽ, മനോബലം ഉണ്ടെങ്കിൽ ഒരു പ്രാക്കും കണ്ണും കോപ്പും നമ്മളെ ബാധിക്കില്ല. അതിന് മങ്ങൽ വരുമ്പോഴാണ് ഇതൊക്കെ തലപൊക്കുക. അപ്പോൾ വെള്ളമൊട്ടാകെ തീർന്നു, വെളുത്തു മേഘഭക്തിയിൽ ഉൾക്കരുത്തറ്റു വല്ലാതെ വിളറിപ്പോയ മാതിരി. മായാമനുജബാലൻ്റെ മഹത്വം പാകശാസനൻ കണ്ടു വിസ്മയവും ലജ്ജ ഭയവും പൂണ്ട് നിന്നുടൻ. ഇന്ദ്രൻ ആകപ്പാട് കൂടിയിട്ട് അമളി പറ്റിയ കൂട്ടത്തിലായി. മായാമനുജബാലൻ്റെ മഹത്വം പാകശാസനൻ, എല്ലാവരെയും ദേവന്മാരേനൊക്കെ വരിക്ക് നിർത്തണം അല്ലേ. കണ്ടു വിസ്മയവും ലജ്ജാഭയവും പൂണ്ട് നിന്നുടൻ. വിസ്മയം, ആശ്ചര്യമുണ്ടായി. നാണം, അയ്യേ വേണ്ടിയിരുന്നില്ല എന്നായി. ഭയവും പൂണ്ടു നിന്നുടൻ. എന്തൊക്കെയാം വരുവത് ഓർത്ത് ഉള്ളിൽ വിഷണ്ണനായി. അപ്പോൾ ആരേനെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ ആരേനെ നമ്മൾ പരീക്ഷിച്ചത്? ഭഗവാനെയോ? വേണ്ടിയിരുന്നില്ല മക്കളെ. ഈ ഭാഗവതം പഠിച്ചാൽ അതൊക്കെ മനസ്സിലാവും. ബ്രഹ്മാവിന് പറ്റിയ അമളി, ഇന്ദ്രന് പറ്റിയ അമളി, ദുര്യോധനാദികൾക്ക്, കർണന്, ഇതൊന്നും അറിയാണ്ട് പോയില്ലേ നമ്മൾ. ഭാഗവതം ഒന്നും പഠിക്കാതെ ഉണ്ട്. ഭാഗവതം ഭാരതമൊക്കെ പഠിക്കാതെ ഉണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെയാം വരുവതെന്നോർത്തോർത്തു ഉള്ളിൽ വിഷണ്ണനായി മേഘങ്ങൾ കരകൾ ചെന്നു മെല്ലെ വേ ഓതിനാൻ. ശ്രദ്ധിച്ചുകൊണ്ട് ഉടൻ താൻ അവിടുത്തെ കൺമുമ്പിൽ കാണാത്ത മാതിരി അകലെ ചെന്നു ശബ്ദിക്കാതെങ്ങാനും നിന്നുകൊള്ളുവിൻ. എൻ്റെ കൺവട്ടത്ത് കണ്ടുപോകരുത്. കാരണം എന്താ? നിങ്ങളെ അവിടെ അയച്ചിട്ട് എന്താ കാര്യം ഉണ്ടായത്? എവിടെയെങ്കിലും വെച്ചാൽ പോയി ഒളിക്കും നിങ്ങൾ. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണരുത്. എൻ്റെ കയ്യിൽ എന്താണെന്നാ പറയുക, വജ്രായുധമുണ്ട്, പ്രയോഗിക്കും ഞാൻ. മാറിപ്പോകും നിങ്ങൾ. അകലെ ചെന്നു ശബ്ദിക്കാതെങ്ങാനും നിന്നുകൊള്ളുവൻ. കാർ നീങ്ങിയെങ്ങും വെയിലാൽ ഞെളിഞ്ഞ് ആകാശമണ്ഡലം വിളങ്ങിയിടുവതായി കണ്ടു മെല്ലെ ഓതി മഹാപ്രഭു. ഭഗവാൻ 7 ദിവസം കഴിഞ്ഞപ്പോൾ കുളിർമയൊക്കെ പോയി, മഴ പെയ്യലൊക്കെ നിന്നൂലോ കുറച്ച് നേരമായിട്ട്. എന്നാ എല്ലാവർക്കും വീട്ടിൽ പോവല്ലേ? ഇപ്പം എനിക്ക് ധൃതിയൊന്നുമില്ല ഇത് താഴ്ത്ത് വയ്ക്കാൻ. പക്ഷേ നിങ്ങൾക്ക് കാര്യം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. അതുകൊണ്ടാണ് കാർ നീങ്ങി എങ്ങും വെയിലാൽ തെളിഞ്ഞ ആകാശമണ്ഡലം വിളങ്ങിയിടുവതായി കണ്ട് മെല്ലെ ഓതി മഹാപ്രഭു. മഴയും കാറ്റും ഒട്ടാകെ നീങ്ങി ഒന്നാം തരം വെയിൽ കാളിന്തി തന്മണൽ തിട്ട വറ്റി നിൽപ്പതു കാണുവിൻ. കാളിന്തി തൻ മണൽ തിട്ട. കാളിന്തി വറ്റി വരണ്ടല്ലോ. എന്ത് പറ്റി? മഴ പെയ്തു നിന്നു. മഴവെള്ളമൊക്കെ അവിടെ പോയി, എല്ലാം കടലിൽ പോയി, സമുദ്രത്തിൽ പോയി ചേർന്നു. മഴയും കാറ്റും ഒട്ടാകെ നീങ്ങി ഒന്നാം തരം വെയിൽ കാളിന്തി തൻ മണൽ തിട്ട വറ്റി നിൽപ്പതു കാണുവിൻ. ഓരോരാളായി തിരക്കാതെ ഇറങ്ങിക്കൊള്ളുവിനെ വരും. ഈ പർവ്വതം എടുത്ത് പൊന്തിച്ചിട്ടുണ്ടല്ലോ, തിരക്ക് കൂട്ടണ്ട, ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോളൂ പുറത്തേക്ക്. ഓരോരാളായി തിരക്കാതെ ഇറങ്ങിക്കൊള്ളുവിനെ വരും. വെവ്വേറെ നിൽക്കും പൈക്കൂട്ടങ്ങളെ മെല്ലെ തെളിക്കുവിൻ. പൈക്കൂട്ടത്തെ മറക്കണ്ട, പൈക്കൂട്ടത്തെ മെല്ലെ തെളിച്ച് കൊണ്ടുപോയിക്കോളൂ. ആരും പരിഭ്രമിക്കേണ്ട. ഭഗവാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും പരിഭ്രമിക്കേണ്ട. ആരാ കേൾക്കണത്? ഭഗവാനിൽ ബുദ്ധി ഉണ്ടായാലല്ലേ ഭഗവാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. ഭാഗവതത്തിലുള്ള തത്വശാസ്ത്രങ്ങളെ ആരെ സ്വീകരിക്കുള്ളൂ? ബുദ്ധിയില്ലാത്തവനല്ല, ബുദ്ധിയുള്ളവൻ തന്നെ.
സ്വീകരിച്ചു എന്നല്ല പറയുകയും ചെയ്യും. ഭാഗവതം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. അപ്പോൾ ആരും പരിഭ്രമിക്കേണ്ട, സാമാനങ്ങൾ മുഴുക്കയും അങ്ങിങ്ങൊഴിഞ്ഞു പോകാതെ നോക്കി വണ്ടിയിലേറ്റുവിൻ. ആരും ഒന്നും വെച്ച് മറക്കണ്ട. അതായത് കാളവണ്ടിയിൽ സാധാരണ സാധനങ്ങളുടെ ഉടമസ്ഥന്മാർ ലോഡ് ചെയ്യുക, അവിടെ നോക്കുകൂലിയൊന്നുമില്ല. അപ്പോൾ ഉള്ള അവരവരുടെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് അവരവർക്ക് പുറപ്പെടാം. അപ്പോൾ പറഞ്ഞു, നോക്കി വണ്ടിയിലേറ്റുവിൻ, വയസ്സായോർ മെല്ലെ മെല്ലെ നടന്നാൽ മതി. അങ്ങനെ എല്ലാവരും ഇറക്കി കണ്ട് അലിവാർന്നു അംബുജേക്ഷണൻ. എല്ലാവരും അവസാനത്തെ ആളും പോയി. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കണ്ട് അലിവാർന്ന് അംബുജേക്ഷണൻ പർവ്വതം മെല്ലവേ താഴ്ത്തി വെച്ചാൻ മുമ്പത്തെ മാതിരി. മെല്ലെ മണ്ണ് അലിഞ്ഞു പോവില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേടിക്കല്ല, നല്ല സോളിഡാണ് പർവ്വതം. അതങ്ങനെ മെല്ലെ വെച്ചു പിന്നെ സാക്ഷാൽ നാരായണൻ കേശവൻ. അപ്പോൾ പർവ്വതം മെല്ലവേ താഴ്ത്തി വെച്ചാൻ മുമ്പത്തെ മാതിരി. ഉടൻ കുരുതിയൊട്ടേറെ കലക്കി മുകിൽ വർണ്ണനെ. ഉടൻ കുരുതിയൊട്ടേറെ കലക്കി മുകിൽ വർണ്ണനെ. കുരുതി കണ്ണ്, അതേമാതിരി എന്തെങ്കിലും ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഗുരുതി പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളെ രണ്ട് ഭാഗത്ത് നിർത്തി ആട്ടി അത് ഒരു പ്രത്യേക കോണിലേക്ക്, ഏത് കോണാന്ന് എനിക്കറിയില്ല, ഒഴിക്കും. അതിലൊരു നാണയമൊക്കെ ഉണ്ടാവും, വേണം. അപ്പോൾ കലക്കി മുകിൽ വർണ്ണനെ തിരികത്തിച്ചു പാടിക്കൊണ്ടൊഴിഞ്ഞു ചില ഗോപികൾ. തിരികത്തിച്ച് ഒഴിയും. ഈ പിന്നെ 100 മഞ്ഞളും കൂടി കലക്കി വെള്ളമൊഴിച്ചാൽ മതി. ഈ നല്ല ചോര നിറത്തിൽ എന്തുണ്ടാവും? ഗുരുതി. എന്നിട്ട് യശോദ ചെന്നെടുത്താൽ തൻ മകനെ പുണ്യശാലിനി. ഇത്ര വലിയ പർവ്വതത്തെ എടുത്ത മകനെ വാരി പുണർന്ന് എടുത്തു. ചുവന്ന കൈപ്പടം മെല്ലെ തഴുകി ഗോകുലാധിപൻ. കൈയൊന്ന് ചോന്നിട്ടുണ്ട്. മന്ദരപർവ്വതത്തിൻ്റെ ഭാരം സഹിക്കാന്ന് പറഞ്ഞാൽ. ചുവന്ന കൈപ്പടം മെല്ലെ തഴുകി ഗോകുലാധിപൻ വിരൽ പൊട്ടിച്ചു നോക്കുന്നു രോഹിണി ദേവി മല്ലവേ. അതായത് യശോദയുടെ മകനെ കയ്യൻ്റെ ഉൾപ്പടം ഒക്കെ ഒന്ന് തലോടി വിരലൊക്കെ പൊട്ടിച്ചു കൊടുത്തു. ഒരു സുഖമാണ് അതൊക്കെ. വിരൽ പൊട്ടിച്ചു നോക്കുന്നു രോഹിണി ദേവി മല്ലവേ. ബലരാമൻ അണിഞ്ഞ് ആലിംഗനം ചെയ്തു മുകുന്ദനെ. ആനന്ദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സഹോദര സ്നേഹം എന്താ? ഒരു ഭാഗത്ത് സഹോദര സ്നേഹം, ഒരു ഭാഗത്ത് ഭക്തിയുടെ പാരവശ്യം. എന്താ ഭക്തിയുടെ പാരവശ്യം അവിടെ? ഞാൻ മെത്തയാക്കി വെച്ചിട്ടുള്ള എൻ്റെ മേലെ കിടക്കുന്ന ആളല്ലേ ഇപ്പോൾ അതാ ഉണ്ണിയായിട്ട് വലിയ ഭാരമുള്ള ഒരു പർവ്വതം എടുത്ത് നിന്നു. എൻ്റെ സ്വാമിക്ക് കൈ വേദനിച്ചു. ചോദിക്കാൻ അർഹതയില്ലേ ബലരാമനെ? ചോദിക്കണ്ടേ നമ്മൾ? അതുകൊണ്ടാണ് ബലരാമൻ അണിഞ്ഞ് ആലിംഗനം ചെയ്തു മുകുന്ദനെ. പാൽ പുഞ്ചിരി പൊഴിച്ചേറെ വിളങ്ങും ശ്രീമുഖാംബുജം. ഭഗവാന്റെ അവസ്ഥ എന്താ? പാൽ പുഞ്ചിരി പൊഴിച്ചേറെ വിളങ്ങും ശ്രീമുഖാംബുജം. ഐശ്വര്യത്തുളമ്പ ഭഗവാനെ. നോക്കിയേ നിൽക്കയാം രാധമുമ്പാം ഗോപകുമാരികൾ സന്തോഷം കൊണ്ടു പലരും പൂമാലയണീക്കവേ. എല്ലാവരും കരുതിയിട്ടുണ്ട് സന്തോഷം. അതെ, നോക്കിയേ. അപ്പോൾ വിളങ്ങും ശ്രീമുഖാംബുജം നോക്കിയേ നിൽക്കയാം രാധമുമ്പാം ഗോപകുമാരികൾ സന്തോഷം കൊണ്ടു പലരും പൂമാലണീക്കവേ. അവസാനത്തെ ശ്ലോകം 28. വിണ്ണിൽ പെരുമ്പറ മുഴങ്ങി മഹേന്ദ്രനല്ല കണ്ണും തുറന്നു പുതുപൂക്കൾ ചൊരിഞ്ഞു വേഗം. മന്നിൻ മഹേന്ദ്രമണിമണ്ഡനമാവിധത്തിൽ മിന്നിത്തിളങ്ങി മികവേന്തിയ ഗോകുലത്തിൽ. ഗോകുലത്തിൻ്റെ മികവ് ഒന്ന് പുതുക്കി അല്ലേ? എന്താ?
ഭഗവാൻ ഇത്രയും വലിയ ആശ്ചര്യകരമായിട്ടുള്ള ലീലകളൊക്കെ വിനോദമായിട്ട് ആടിയിട്ടുണ്ട്. വെണ്ണിൽ പെരുമ്പറ മുഴങ്ങി മഹേന്ദ്രനെല്ലാം കണ്ണും തുറന്നു പുതുപൂക്കൾ ചൊരിഞ്ഞു വേഗം മണ്ണിൻ മഹേന്ദ്രം മണിമണ്ഡലനം ആ വിധത്തിൽ മിന്നിത്തിളങ്ങി മികവേന്തിയ ഗോകുലത്തിൽ. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ദ്വിസപ്തതിതമസർഗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് അവിടെ നിർത്താം. അതായത് 73 ഹെഡിങ്ങൊന്നും എഴുതി പിടിപ്പിച്ചിട്ടില്ല. അതൊക്കെ ആദ്യത്തെ പുസ്തകത്തിൽ വിവരം വിഷയസൂചിക ഒക്കെ നോക്കി എഴുതണം, മനസ്സിലായില്ലേ? അപ്പോൾ അതേതായാലും വേഗം നേരത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.